കേരളത്തിലെ ജില്ലകളിൽ അടുത്തതായി വയനാട്. വയനാട് ജില്ല രൂപീകൃതമായ വർഷം 1980 നവംബർ 1. വയനാട് ജില്ല രൂപീകൃതമായത് 1980 നവംബർ 1. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയും വയനാടാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയും വയനാടാണ്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് വില്ലേജുകൾ, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ, നിയമസഭാ മണ്ഡലങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് വില്ലേജുകൾ, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ, നിയമസഭാ മണ്ഡലങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ലയും വയനാടാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയും വയനാടാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയും വയനാടാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇഞ്ചി, കാപ്പി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്. ഇഞ്ചി, കാപ്പി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ. ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്ത് എത്തിയ ആദ്യ വ്യക്തിയാണ് PK ജയലക്ഷ്മി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്ത് എത്തിയ ആദ്യ വ്യക്തിയാണ് PK ജയലക്ഷ്മി. കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ കലാപം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ കലാപം വയനാട് ജില്ലയിൽ നടന്ന കുറിച്യ ലഹളയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ കലാപം വയനാട് ജില്ലയിൽ നടന്ന കുറിച്യ ലഹള. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചത് ബാണാസുര സാഗർ ഡാമിലാണ്. ഇത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംരംഭം. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചത് ബാണാസുര സാഗർ ഡാമിലാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടാണ് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ അണക്കെട്ട്. വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കബനി നദിയിലെ കുറുവ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കബനി നദിയിലെ കുറുവ ദ്വീപ്. കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടി. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലി. കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലി. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിൽ. വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ. വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റ. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി.
വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടൽ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരത്ത്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരത്ത്. കേരളത്തിൻ്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിൻ്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ലയും വയനാടാണ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ലയും വയനാടാണ്. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്ര കൊടുമുടിയിൽ. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്ര കൊടുമുടിയിൽ. വയനാട് ജില്ലയിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. വയനാട് ജില്ലയിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. കേരളത്തിൽ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ്. കേരളത്തിൽ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കാണ് സുൽത്താൻ ബത്തേരി. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കാണ് സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിലേക്കുള്ള കുടിയേറ്റമാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യക എന്ന നോവലിന് ആധാരം. വയനാട് ജില്ലയിലേക്കുള്ള കുടിയേറ്റമാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യക എന്ന നോവലിന് ആധാരം. സുൽത്താൻ ബത്തേരിക്ക് ജൈനർ നൽകിയ പേരാണ് ഹെന്നരു ബീഡിക. സുൽത്താൻ ബത്തേരിക്ക് ജൈനർ നൽകിയ പേരാണ് ഹെന്നരു ബീഡിക. വയനാട്ടിലെ അടിയർ വിഭാഗം നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക. വയനാട്ടിലെ അടിയർ വിഭാഗം നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക. രോഗചികിത്സാർത്ഥമാണ് ഇത് നടത്തുന്നത്. രോഗചികിത്സാർത്ഥമാണ് ഗദ്ദിക നടത്തുന്നത്. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. കേരളത്തിൻ്റെ കാളിന്തി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ പാപനാശിനിപ്പുഴ. കേരളത്തിൻ്റെ കാളിന്തി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ പാപനാശിനിപ്പുഴ. കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈനമത വിശ്വാസികളുള്ള ജില്ലയും വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈനമത വിശ്വാസികളുള്ള ജില്ല വയനാട്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമമാണ് വയനാട് ജില്ലയിലെ പനമരം. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമമാണ് വയനാട് ജില്ലയിലെ പനമരം. കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂളാണ് തരിയോട് SLV സ്കൂൾ. കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂളാണ് തരിയോട് SLV സ്കൂൾ. സുൽത്താൻ ബത്തേരിയിലെ വാച്ച് ടവർ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ്. സുൽത്താൻ ബത്തേരിയിലെ വാച്ച് ടവർ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ്. കേരളത്തിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ് മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവ. കേരളത്തിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ് മാനന്തവാടി, സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തലയോടിൻ്റെ ആകൃതിയുള്ള പാറയാണ് ഫാൻറ്റം പാറ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തലയോടിൻ്റെ ആകൃതിയുള്ള പാറയാണ് ഫാൻറ്റം പാറ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന.
മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഇന്ന് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല രൂപീകൃതമായ വർഷം 1957 ജനുവരി 1. കണ്ണൂർ ജില്ല രൂപീകൃതമായത് 1957 ജനുവരി 1. കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയും കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല, ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല എന്നിവ കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കടൽ തീരമുള്ള ജില്ല, ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല, ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല, കശുവണ്ടി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല എന്നിവ കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളതും കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളതും കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷനാണ് കണ്ണൂരിലെ ആറളം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷനാണ് കണ്ണൂരിലെ ആറളം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമി. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമി. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബാണ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബാണ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ്. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം. ശ്രീനാരായണ ഗുരു മലബാറിൽ ആദ്യമായി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരു മലബാറിൽ ആദ്യമായി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് തലശ്ശേരിയിൽ. തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് കണ്ണൂർ സ്വദേശിയായ CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് കണ്ണൂർ സ്വദേശിയായ CK ലക്ഷ്മണൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് IK കുമാരൻ മാസ്റ്റർ. കേരളത്തിലെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനെയാണ്. രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യഴിപ്പുഴയെയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയെ. ബ്രാസ് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രത്തെയാണ്. ബ്രാസ് പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രത്തെയാണ്.
മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരിനെയാണ്. മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരിനെയാണ്. 3C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കസ്, ക്രിക്കറ്റ്, കേക്ക്സ്. സർക്കസ്, ക്രിക്കറ്റ്, കേക്ക്സ്. വടക്കൻ മലബാറിലെ സാംസ്കാരിക തലസ്ഥാനം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. വടക്കൻ മലബാറിലെ സാംസ്കാരിക തലസ്ഥാനം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. സർക്കസിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി. സർക്കസിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് തലശ്ശേരി. തറിയുടെയും തിറയുടെയും നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. തറിയുടെയും തിറയുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയെയാണ്. കണ്ണൂർ സർവകലാശാലയുടെ പേര് മലബാർ സർവകലാശാല എന്നായിരുന്നു. കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേര് മലബാർ സർവകലാശാല എന്നായിരുന്നു. കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനം കണ്ണൂർ. കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനം കണ്ണൂർ. കേരളത്തിലെ സർക്കസിൻ്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിലെ സർക്കസിൻ്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ മലയാളി വൈമാനികനായിരുന്നു മൂർക്കോത്ത് രാമുണ്ണി. ഇദ്ദേഹം തലശ്ശേരി സ്വദേശിയായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മലയാളി വൈമാനികനായിരുന്നു മൂർക്കോത്ത് രാമുണ്ണി. ഇദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ്. കരിവെള്ളൂർ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. കരിവെള്ളൂർ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ, മലബാർ ക്യാൻസർ സെൻറ്റർ എന്നിവ കണ്ണൂരിലാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രമായ പന്നിയൂർ, മലബാർ ക്യാൻസർ സെൻറ്റർ എന്നിവ കണ്ണൂർ ജില്ലയിലാണ്. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശം. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശം. കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ് കോതാമൂരിയാട്ടം. കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ് കോതാമൂരിയാട്ടം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. എല്ലാ ദിവസവും തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ദിവസവും തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ മാപ്പിള ബേ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിക്കുന്ന രാജ്യമാണ് നോർവേ. കണ്ണൂർ ജില്ലയിലെ മാപ്പിള ബേ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിക്കുന്ന രാജ്യമാണ് നോർവേ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളത്തെയാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറളം. കേരളത്തിലെ ആറാമത്തെയും അവസാനം രൂപം കൊണ്ടതുമായ കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ആറാമത്തെയും അവസാനം രൂപം കൊണ്ടതുമായ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ. പവിത്ര മോതിരത്തിന് പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ സ്ഥലമാണ് പയ്യന്നൂർ. പവിത്ര മോതിരത്തിന് പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ സ്ഥലമാണ് പയ്യന്നൂർ. ഭൗമസൂചികയിൽ ഇടം നേടിയ കണ്ണൂരിലെ ഒരു ഉൽപ്പന്നമാണ് പവിത്ര മോതിരം. ഭൗമസൂചികയിൽ ഇടം നേടിയ കണ്ണൂരിലെ ഒരു ഉൽപ്പന്നമാണ് പവിത്ര മോതിരം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AKG, EK നായനാർ, സുകുമാർ അഴീക്കോട് എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AKG, EK നായനാർ, സുകുമാർ അഴീക്കോട് എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം.
ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടമാണ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടമാണ് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരിലെ മൂർഖൻ പറമ്പിലാണ്. കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരിലെ മൂർഖൻ പറമ്പിലാണ്. യൂറോപ്യൻ രേഖകളിൽ കേരളത്തിലെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. യൂറോപ്യൻ രേഖകളിൽ കേരളത്തിലെ പാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. ദക്ഷിണ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം. ദക്ഷിണ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം. കേരളത്തിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന ഏക തെയ്യമാണ് ദേവക്കൂത്ത്. കേരളത്തിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന ഏക തെയ്യമാണ് ദേവക്കൂത്ത്. തലശ്ശേരി നഗരത്തിൻ്റെ സ്ഥാപകനാണ് എഡ്വേർഡ് ബ്രണ്ണൻ. തലശ്ശേരി നഗരത്തിൻ്റെ സ്ഥാപകനാണ് എഡ്വേർഡ് ബ്രണ്ണൻ. മുസ്ലിം ശാസനങ്ങൾ ലഭിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ദേവാലയമാണ് മാടായിപ്പള്ളി. മുസ്ലിം ശാസനങ്ങൾ ലഭിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ദേവാലയമാണ് മാടായിപ്പള്ളി. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള വീഡിയോയിൽ അടുത്തതായി കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല രൂപീകൃതമായ വർഷം 1984 മെയ് 24. കാസർഗോഡ് ജില്ല രൂപീകൃതമായ വർഷം 1984 മെയ് 24. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയെയാണ്. ദൈവങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല, ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല, ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല എന്നിവ കാസർഗോഡ് ജില്ലയാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല, പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല, ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല, ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല എന്നിവ കാസർഗോഡ് ജില്ലയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയാണ് കാസർഗോഡ് ജില്ല. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. സപ്തഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളം, കന്നഡ, തുളു, ബ്യാരി, ഭാഷി, കൊങ്കിണി, ഉറുദു, ഇംഗ്ലീഷ് എന്നിവയാണ്. സപ്തഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഷകൾ മലയാളം, കന്നഡ, തുളു, ബ്യാരി, ഭാഷി, കൊങ്കിണി, ഉറുദു, ഇംഗ്ലീഷ് എന്നിവയാണ്. ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എം ഉമേഷ് റാവു. ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എം ഉമേഷ് റാവു. കേരളത്തിലെ വടക്കേയറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ ഏറ്റവും വടക്കേയറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ പാർലമെൻറ്റാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ പാർലമെൻറ്റാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും വടക്കേയറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ഗ്രാമമാണ് തലപ്പാടി. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ഗ്രാമമാണ് തലപ്പാടി. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനും മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനും മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് റാണിപുരം. കേരളത്തിൻ്റെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് റാണിപുരം.
റാണിപുരത്തിൻ്റെ പഴയ പേരാണ് മാടത്തുമല. റാണിപുരത്തിൻ്റെ പഴയ പേരാണ് മാടത്തുമല. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ്. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരം. കേരളത്തിൻ്റെ കൂർഗ് എന്നറിയപ്പെടുന്ന മലയോര പട്ടണമാണ് മാലോം. കേരളത്തിൻ്റെ കൂർഗ് എന്നറിയപ്പെടുന്ന മലയോര പട്ടണമാണ് മാലോം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നത് മുളിയാറിലാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മുളിയാറിൽ. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പ നായിക്കാണ്. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പ നായക്. കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു കോട്ടയായ ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായക്. കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു കോട്ടയായ ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായക്. മറ്റൊരു കോട്ടയായ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ ശിവപ്പ നായിക്. മറ്റൊരു കോട്ടയായ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ ശിവപ്പ നായിക്. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് പാർത്ഥിസുബ്ബൻ. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് പാർത്ഥിസുബ്ബൻ. യക്ഷഗാനത്തിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായിച്ച കന്നഡ സാഹിത്യകാരൻ ആരാണ്? യക്ഷഗാനത്തിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായിച്ച കന്നഡ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ശിവരാമ കാരന്ത്. ഉത്തരം ശിവരാമ കാരന്ത്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് നീലേശ്വരത്താണ്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കാസർഗോട്ടെ നീലേശ്വരത്താണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവൽ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവൽ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയുള്ളതാണ്. കേരളത്തിലെ കേന്ദ്രീയ സർവകലാശാലയുടെ ആസ്ഥാനമാണ് കാസർഗോഡ്. കേരളത്തിലെ കേന്ദ്രീയ സർവകലാശാലയുടെ ആസ്ഥാനമാണ് കാസർഗോഡ്. തുളു അക്കാദമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരം. തുളു അക്കാദമിയുടെ ആസ്ഥാനമാണ് മഞ്ചേശ്വരത്ത്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം. ഒന്നാം ലോകസഭയിൽ AK ഗോപാലൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലം കാസർഗോഡ് ആയിരുന്നു. ഒന്നാം ലോകസഭയിൽ AK ഗോപാലൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലം കാസർഗോഡ് മണ്ഡലമായിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമേഷ് റാവു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമേഷ് റാവു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം വിവരിക്കുന്ന അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവലാണ് എൻമകജെ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം വിവരിക്കുന്ന അംബികാസുധൻ മാങ്ങാടിൻ്റെ നോവലാണ് എൻമകജെ. പ്രാചീന കാലത്ത് അറബികൾ ഹെർക്വില എന്ന പേരിൽ വിളിച്ചിരുന്ന ജില്ലയാണ് കാസർഗോഡ്. പ്രാചീന കാലത്ത് അറബികൾ ഹെർക്വില എന്ന പേരിൽ വിളിച്ചിരുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത വനമാണ് കാസർഗോഡ് ജില്ലയിലെ കരീം ഫോറസ്റ്റ്. കേരളത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത വനമാണ് കാസർഗോഡ് ജില്ലയിലെ കരീം ഫോറസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവഗ്രാമമാണ് കാസർഗോഡ് ജില്ലയിലെ പനത്തടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവഗ്രാമമാണ് കാസർഗോഡ് ജില്ലയിലെ പനത്തടി. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. ഇന്ത്യയിലെ ആദ്യ ചെന്തങ്ങ് നഗരസഭ എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ്.
ഇന്ത്യയിലെ ആദ്യ ചെന്തെങ്ങ് നഗരസഭ എന്നറിയപ്പെടുന്നത് നീലേശ്വരം. ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന താപനിലയമാണ് ചീമേനി താപവൈദ്യുത നിലയം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന താപനിലയമാണ് ചീമേനി താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകമാണ്. ചീമേനിയിൽ ഉപയോഗിക്കുന്നത് പ്രകൃതിവാതകമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. ചീമേനി എസ്റ്റേറ്റ് സമരം നടന്ന ജില്ലയാണ് കാസർഗോഡ്. ചീമേനി എസ്റ്റേറ്റ് സമരം നടന്ന ജില്ലയാണ് കാസർഗോഡ്. എൻഡോസൾഫാൻ ഉപയോഗം മൂലം ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച കാസർഗോഡ് ജില്ലയിലെ ഗ്രാമങ്ങളാണ് സ്വർഗ, പെദ്ര എന്നിവ. എൻഡോസൾഫാൻ ഉപയോഗം മൂലം ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച കാസർഗോഡ് ജില്ലയിലെ ഗ്രാമങ്ങളാണ് സ്വർഗ, പെദ്ര എന്നിവ. എൻഡോസൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ ദുരന്തമനുഭവിച്ചവരെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് CD മായി കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരന്തമനുഭവിച്ചവരെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ CD മായി കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരന്തമനുഭവിച്ചവരെക്കുറിച്ച് പഠിക്കാൻ കേരളം നിയോഗിച്ച കമ്മീഷനാണ് C അച്യുതൻ കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരന്തമനുഭവിച്ചവരെക്കുറിച്ച് പഠിക്കാൻ കേരളം നിയോഗിച്ച കമ്മീഷനാണ് C അച്യുതൻ കമ്മീഷൻ. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം. എൻഡോസൾഫാൻ ദുരന്തത്തെ ആധാരമാക്കിയുള്ള സിനിമകൾ പകർന്നാട്ടം, വലിയ ചിറകുള്ള പക്ഷി, അമീബ. പകർന്നാട്ടം, വലിയ ചിറകുള്ള പക്ഷികൾ, അമീബ എന്നിവ.